ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു AICC സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നുള്ളതാണ്. 84-ാം സമ്മേളനം എന്ന് പറയുന്നത് ശക്തമായി കോൺഗ്രസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടുള്ള സമ്മേളനം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1960-കളിലെയും 70-കളിലെയും കരുത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ രീതിയിൽ നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താരതമ്യേന ഏറ്റവും കുറഞ്ഞ ഇലക്ഷനുള്ള വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഒരേ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. ആ വർഷത്തിൽ ആ ഒരു വർഷം കൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ DCCകളെയും പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് AICC സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് KC വേണുഗോപാൽ പറയുന്നത്, ജനറൽ സെക്രട്ടറി പറയുന്നതാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിന് ചിലപ്പോൾ തുടക്കം കുറിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാനൊരു കാരണം കാണുന്നത്, ഈ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഈ കോൺഗ്രസ്സിന് ഇനി BJPനെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി ഒരിക്കലും BJPനെ അധികാരത്തിൽ നിന്ന് തുടച്ചെറിയാൻ കഴിയില്ലായിരുന്നു, വലിയ രീതിയിലുള്ള തോൽവി വാങ്ങേണ്ടി വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരുന്നു നേതാക്കന്മാരടക്കം ഈ ഇലക്ഷനെ നേരിട്ടത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ നേതാക്കന്മാർ. അവരുടെ മുന്നിലേക്ക് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ കഴിയാത്തതല്ല, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ ഈസിയായി വിജയിപ്പിക്കും, നമുക്ക് കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും വിജയിച്ച് കടന്നു കയറാം എന്നുള്ള ഒരു മെസ്സേജ് ഈ പറയുന്ന 2024 ഇലക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 84-ാം കോൺഗ്രസ് ഇവിടെ വെക്കാൻ കാരണം, അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ വെക്കാൻ കാരണം. ഗുജറാത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ നാടാണ്, ഏറ്റവും വലിയ രീതിയിൽ BJP വോട്ട് സമാഹരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി അമിത്ഷായുടെ നാടാണ്. അവിടെ പോയി ഈ സമ്മേളനം വെച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവരുടെ മുന്നിൽ ഞങ്ങൾ ഒരു വലിയ പാർട്ടിയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജ് ലോകത്തുള്ള ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഞാൻ വലിയൊരു അവരുടെ കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഞാൻ ഈ KC വേണുഗോപാലിനെയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള ശക്തമായ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് BJP എന്താണോ വിചാരിക്കുന്നത് അത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അടുത്ത 2029 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഈ ഒരു നിലപാടല്ല ഉണ്ടാകുക എന്നുള്ളതാണ്. 2029 ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 240ഓളം വരുന്ന ഇന്ത്യ മുന്നണി MP പാർലമെൻറ്റിലുണ്ട്. ഇപ്പോൾ തന്നെ അവർ ബഹളം കൂട്ടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ പറഞ്ഞ പാർലമെൻറ്റിൽ 2029 ഇലക്ഷനിൽ നടക്കും. അത് 2024 BJP നേരിട്ടതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ പാർട്ടിയെ അടിസ്ഥാനപരമായി ജില്ലാ ഘടകങ്ങളിൽ നിന്നും വലുതാക്കി വലിയ രീതിയിലേക്ക് പാർട്ടിനെ വളർത്തുക എന്നുള്ളതാണ്. പാർട്ടിനെ വളർത്തണമെങ്കിൽ KPCC അല്ലെങ്കിൽ PCC അധ്യക്ഷന്മാരായിരുന്നു സാധാരണ DCC അധ്യക്ഷന്മാരെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ കമ്മിറ്റികളായിരുന്നു നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് പ്രശ്നം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ 2-3 വിഭാഗങ്ങളുണ്ടാവും. അതിനകത്ത് ഒരു നേതാവിനെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് അതാത് PCC അധ്യക്ഷന്മാർക്കോ അല്ലെങ്കിൽ ആ പറയുന്ന കമ്മിറ്റികൾക്കോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ജില്ലയിലെ PCC അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് എത്രമാത്രം രീതിയിൽ എതിർപ്പ് ഇടും. അതിനൊരു ഗ്രൂപ്പിസമാണെന്ന് പറയും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ആളാണ്, ആ ഗ്രൂപ്പിൻ്റെ ആളാണ്, അതുകൊണ്ട് മറ്റേ ഗ്രൂപ്പ് വിട്ടു നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പേരുദോഷം കേട്ടിട്ടാണ് ഒരു DCC പ്രസിഡന്റുമാരെ അപ്പോയിൻറ്റ് ചെയ്യാറ് പൊതുവേ. പക്ഷേ ഇപ്പം AICC എടുത്ത നിലപാട് എന്ന് പറയുന്നത് എന്താണ്? AICC ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ടീം DCC അധ്യക്ഷന്മാരെ നിയമിക്കും എന്നുള്ളതാണ്. PCC അധ്യക്ഷന്മാർക്ക് വലിയ രീതിയിൽ റോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ റോളിന് DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഒരു അന്വേഷണ കമ്മിറ്റീനെ അല്ലെങ്കിൽ ഒരു സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് DCC ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ താല്പര്യം, നന്നായി പ്രവർത്തിക്കുമെന്ന് AICC തീരുമാനിക്കുന്ന ഒരാളെ DCC പ്രസിഡൻ്റായി മാറ്റും എന്നുള്ളതാണ്. അതോടുകൂടി എന്താവും? അതിനൊരു ശക്തമായ നിലപാട് വരുന്നുണ്ട്. ഇതാരാണ് ഇത് നിശ്ചയിച്ചതാരാണ്? AICC ആണ് എന്നുള്ളൊരു നിലപാട് DCC അധ്യക്ഷന്മാർക്ക് വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ DCC അധ്യക്ഷന്മാരെ AICC തീരുമാനിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടിരിക്കുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ പറയുന്നത് എന്താണ്? അതെല്ലാം പ്രാദേശികമായ വിഷയങ്ങളാണ്, പ്രാദേശികമായ നേതാക്കന്മാർ ആ വിഷയത്തിൽ തീരുമാനമെടുത്തോളൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇനി പറയാൻ പോകുന്നത്? ഇനി AICC വയനാട്ടിൽ ആരാ DCC പ്രസിഡന്റ്, കണ്ണൂർ ആരാണ്, കോഴിക്കോട് ആരാണെന്നുള്ളത് AICC നിശ്ചയിക്കും. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാവും ഒരു സർവേ നടത്തി KPCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുക എന്നുള്ളത്. ആ മാറ്റങ്ങളൊക്കെ വലിയ
വലിയ രീതിയിൽ ഇന്ത്യയിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടുകൂടി തന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണിനെ പുനർജീവിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ലോക്സഭ ഇലക്ഷൻ്റെ സമയത്തേക്ക് മാത്രമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ ഒരു വർഷമോ 1.5 വർഷമോ മുന്നേ മാത്രം യോജിപ്പിച്ച് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട പണി എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വോട്ടിംഗ് ഷെയർ, നഷ്ടപ്പെട്ടു പോയ വോട്ട് നഷ്ടപ്പെട്ടത് പോയി, അത് ആരെയിൽ നിന്ന് നഷ്ടപ്പെട്ടു, അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെട്ടു, ഏത് രീതിയിലാണ് അതിന് ദോഷം വച്ചത്. അത് നേരത്തെ ഉണ്ണി സാർ പറഞ്ഞതുപോലെ ദളിത് വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവരെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ, അടിസ്ഥാനമായി വർഗ്ഗക്കാരുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, തൊഴിലാളികളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ വോട്ടുകളെല്ലാം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നോക്കേണ്ടത്. അത് ശക്തമായ രീതിയിൽ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ഒരു നയരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമ്മേളനത്തോട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കർഷകരുടെ കാര്യത്തിലും അത് കർഷകരെ മുന്നിട്ട് നടത്താൻ ഇപ്പോൾ ശക്തമായ പാർട്ടി, നമ്മൾ ഒരു പ്രാദേശിക പാർട്ടി അല്ലല്ലോ കുറച്ചത്, ഇന്ത്യയിലെ BJP-നെ എങ്ങനെ എതിർക്കാം എന്നുള്ളതാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് അതുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ BJP-ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ എങ്ങനെ അടക്കി നിർത്താം എന്നുള്ളത് ഈ അതാണ് പറയുന്നത്. മാർച്ചിൽ തന്നെ രാഹുൽ ഗാന്ധി ശക്തമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പണിയെടുക്കുന്നു. ഗുജറാത്തിൽ തന്നെ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് അതൊക്കെ ശക്തമായ നിലപാടാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ കോൺഗ്രസ്സായി നിൽക്കുകയും BJP-ക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ആൾക്കാർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നുണ്ടുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം ഇനി എന്താണ്, ഇപ്പം 2 സമ്മേളനം കൂടെ അവർ നിശ്ചയിപ്പിച്ചല്ലോ. ഇപ്പം 15-ാം തീയതി അവിടെ തന്നെ ഒരെണ്ണം, 28-ാം തീയതി രാജസ്ഥാനിലും. അപ്പം ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നതെന്നറിയോ, കേരളത്തിലെ 28 ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും AICC-ൻ്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടക്കും. അവിടുത്തെ പ്രാദേശികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതവിടെ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസ്സിന് വലിയ രീതിയിലൊരു പുനർജനി ഉണ്ടാകുമെന്ന് അവർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായിരിക്കും ഇനി നടക്കാൻ പോകുക. അത് എന്ന് പറയുന്നത് 2029 ഇലക്ഷൻ വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഈ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കോൺഗ്രസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് പോകേണ്ടത്. അവരുടെ നിലപാട് സ്വീകരിച്ചാണ് കോൺഗ്രസ് പോകേണ്ടത്. അവർക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തിയാണ് കോൺഗ്രസ് പോകേണ്ടത്. ഞാൻ വിചാരിക്കുന്നില്ല 84-ാം AICC-ൻ്റെ സമ്മേളനത്തിൽ പോയി രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും ശക്തമായി വിമർശിക്കേണ്ടിയിരുന്ന ഒരു യോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെന്താണോ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, അത് ശക്തമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് വിമർശിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ, ഈ പറയുന്ന കോൺഗ്രസ് ഇതര പാർട്ടികൾക്കെല്ലാം, BJP അടക്കമുള്ള പാർട്ടികൾക്കെല്ലാം അവിടെ ചെന്ന് അവർ കൂട്ടത്തല്ലായി എന്ന് പറയാൻ, ഇന്ത്യക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ അത് ഗുണം ചെയ്യുള്ളൂ. അപ്പം അവർ എന്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, അവർ അത് പ്ലാനോടുകൂടിയും വൃത്തിയായി പഠിച്ചിട്ടാണ്. ആ പഠിക്കാനുള്ള ഒരു ഊർജ്ജം നൽകി 2024 ഇലക്ഷനാണ്. 2024 ഇലക്ഷനിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും കോൺഗ്രസ്സുകാർ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള ചോദിച്ച കോൺഗ്രസ്സുകാരെ എനിക്കറിയാം. അപ്പോൾ അതുപോലും എന്താണ്, ആ ഒരു ആത്മവിശ്വാസം വലിയ രീതിയിൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോൺഗ്രസ്സുകാരിൽ ആത്മവിശ്വാസമായിരിക്കും 2029 ഇലക്ഷനിലേക്ക്. ഇനി കോൺഗ്രസിന് മുന്നിൽ ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ ഇടയ്ക്കുള്ള പ്രാദേശിക സ്റ്റേറ്റ് ഇലക്ഷനുകളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ കൂടെ കോൺഗ്രസിൻ്റെ AICC-ന് മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് 2029 അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ആ അധികാരത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഒരേ ഒരു പാർട്ടി ഇനി ഇന്ത്യയിലുള്ളൂ, പ്രതിപക്ഷ പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റിയ വേറൊരു പാർട്ടി ഇന്ത്യയിലില്ല. ആ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് ഈ പറഞ്ഞ 2029 തിരിച്ചു വരാനുള്ള ശക്തമായ ഒരു ഒരു സമ്മേളനമായി, റോഡ് മാപ്പായി ഈ 2084 സമ്മേളനം മാറി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.